ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബീഫ് അട ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബീഫ് അട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതിലേക്ക് 200 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടീസ്പൂണ് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫൊക്കെ വേവിച്ച് ഞാൻ നല്ലപോലെ തന്നെ ഡ്രൈ ആക്കിയിട്ട് ഇവിടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ് നോക്കാം. ഞാൻ 2 മീഡിയം സൈസ് സവാള ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്, 5-6 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനു വേണ്ടി ഞാനിവിടെ ഫ്രൈ പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയിൽ നിന്ന് കളർ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയിൽ നിന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ചതച്ചെടുത്താലും മതി. ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടാണ്. ഇത് നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാളയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം മതി. നമ്മൾ ബീഫിൽ ആദ്യം ഉപ്പിട്ട് വേവിച്ചതാണ്, അപ്പോൾ കൂടി പോവരുത്. ഈ മസാലയ്ക്കുള്ള മാത്രമായിട്ടാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് മസാലയിൽ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം.
ബീഫ് നല്ലപോലെ തന്നെ ഡ്രൈ ആക്കിയത് കൊണ്ട് അധികം ഞാൻ ഇളക്കി കൊടുക്കണില്ല. സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഇത് മൂത്ത് വരും. അധികം നമ്മളിതിലിട്ട് ഫ്രൈ ചെയ്താൽ പിന്നെ ഒരു കരിഞ്ഞ ടേസ്റ്റാവും ഉണ്ടാവുക. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിയിലയും മസാലയിലും നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്കുള്ള ഡോ തയ്യാറാക്കുകയാണ്. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബൗളിലേക്ക് 1.5 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് നെയ്യൊന്ന് ചൂടാക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യില്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. ഇനി ഇതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കേണ്ടി ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ച് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോകരുത്, കുറച്ചായി ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടിയാൽ പിന്നെയും നമ്മൾക്ക് മൈദട്ട് ശരിയാക്കേണ്ടി വരും. ഇത് കൈ വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ മൈദപ്പൊടിയിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ഒട്ടിപ്പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് കനം കുറച്ച് പരത്തിയെടുക്കുന്നുണ്ട്. ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനൊരു ബോട്ടിലിൻ്റെ മൂടി വെച്ചിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി. ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ പ്ലേറ്റിൽ കുറച്ച് ഗോതമ്പ് പൊടി മൈദപ്പൊടിയും കൂടി മിക്സ് ചെയ്തത് തൂവി കൊടുത്തിട്ടുണ്ട്. മാവ് ഒട്ടിപ്പൊടിക്കാതിരിക്കാനാണ്. ഒരു മൈദപ്പൊടി ആകുമ്പോൾ ഒട്ടിപ്പൊടിക്കും. അതിനാണ് കുറച്ച് ഗോതമ്പും കൂടി ചേർത്ത് കൊടുത്തത്. ഇതേപോലെ എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾക്ക് ഏത് വലിപ്പത്തിലാണോ വേണ്ടെങ്കിൽ ആ വലിപ്പത്തിലുള്ള മൂടിയെടുത്താൽ മതി. അപ്പം എല്ലാ മാവും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബീഫ് വട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ഒന്നെടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ഇതിൽ പാകത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഈ മാവ് വക്കത്തേക്കായിട്ട് ഫില്ലിങ് വരരുത്. നമ്മൾ കൂടുമ്പോൾ കൂടി വരില്ല. അത് കാരണം എല്ലാം ഉള്ളിലേക്കാക്കി ശരിയാക്കിയിട്ട് വേണം നമ്മൾക്കിത് മടക്കി കൊടുക്കാൻ. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനൊരു പിരിഞ്ഞൊരു ഡിസൈൻ കിട്ടും. ഇതേപോലെ ചെയ്താൽ മതി. നമ്മൾക്ക് എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളെ അടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഫ്രൈ പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നല്ല ചൂടായതിന് ശേഷം നമ്മൾക്കിതിലേക്ക് അട വെച്ച് കൊടുക്കാം. അട ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് മൂത്ത് വരും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ബീഫടിയും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. 1 മാസം വരെയൊക്കെ കേടുകൂടാതിരിക്കും. ഞാൻ ചിക്കൻ വെച്ചിട്ടും അട ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ സീറ്റ് അട ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചാനലിലുണ്ട്. അതൊക്കെ ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ പോയി കാണണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബായ്.